അത് ഞങ്ങള് 10th SSLC ആ ഒരു ടൈം കഴിഞ്ഞ് അപ്പം ഞങ്ങൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഇങ്ങനത്തെ ഒരു ഇത് പറഞ്ഞ് നാഷണൽ സ്കൂൾ ഇന്നോവേഷൻ മാരത്തൺ പറഞ്ഞ ഇതുണ്ട് വരുന്നുണ്ട്. അപ്പം അതിന് നിങ്ങള് ഒന്ന് ജോയിൻ ചെയ്യ്, എന്തേലും ഒന്ന് കിട്ടിയാലോ. ഞങ്ങൾ എന്തായാലും ഇൻസ്പയർ അവാർഡിന് ഇത് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾ ഇത് കൊടുത്തു. അപ്പം വേറെ ഞങ്ങള് ഈ ഒരു ഐഡിയ അങ്ങനെ നോക്കിയപ്പം ഞങ്ങളെ ഫ്രണ്ട് അഭിഷേക് പി ഓൻ പറഞ്ഞ് ഈ തെരുവ് നായ്ക്കൾ ഈ കാലത്ത് നല്ല മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഈ നമുക്കിപ്പോ പുറത്ത് ചെറിയ കുട്ടികൾക്ക് വരെ പുറത്ത് നടക്കാൻ കഴിയില്ല ഈ തെരുവ് നായ്ക്കളെ ശല്യം കൂടി. പത്താം അതുകൊണ്ട് ക്ലാസ് ഞങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോഴാണോ, വെക്കേഷൻ ടൈമിലാണോ ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? 10th ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഓക്കെ SSLC ഓക്കെ എക്സാം. ഓക്കെ. ഏത് സ്കൂളിലെ രണ്ടുപേരും? എനിക്ക് 9 A+, ഇവന് 10. ഓക്കെ. സ്കൂള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GHS പഠിച്ചേരി. GHS പഠിച്ചേരി. ഓക്കെ. ഓക്കെ. അധ്യാപകരുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ഈ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ്? ഉണ്ടായിരുന്നു. നിങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടെ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്? എന്തായാലും 10 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് നല്ലതാ. നമുക്ക് പുറത്തിറങ്ങി നടക്കാലോ. അതെ, സാർ ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്നാണ് ചെയ്തത്. സാറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഫിസിക്സ് ടീച്ചറാണോ, സ്കൂളിലെ ഫിസിക്സ് ടീച്ചറാണോ, അതോ ട്യൂഷൻ ടീച്ചറാണോ? അല്ല, സ്കൂളില് GHS പഠിശ്ശേരിയിൽ ഞങ്ങൾ 10th ക്ലാസ് പഠിക്കുമ്പോ ഞങ്ങൾ ഫിസിക്സ് അധ്യാപകരായിരുന്നു. ആണോ? ഇപ്പൊ രണ്ടുപേരും +1 പഠിക്കും. നിങ്ങൾ സാറിനോട് ഈ ഐഡിയ പറയായിരുന്നോ, നമുക്ക് തെരുവ് നായ്ക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഇങ്ങനെ ഒരു ഉപകരണം കണ്ടുപിടിച്ചാലോ, സാർ സഹായിക്കോ എന്ന് അങ്ങനെ എങ്ങാനും ആണോ ചോദിച്ചത്? നിങ്ങൾ ഐഡിയ സാറിന് പറഞ്ഞു കൊടുത്തോ, അതോ സാറ് നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തന്നോ? എല്ലാരും കൂടി അങ്ങോട്ട് ചർച്ച ചെയ്ത് എന്താണ് ഇപ്പൊ നാട്ടിൽ എന്താ നടക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ നോക്കി കിട്ടിയതാണ്. ഓക്കെ. എന്തെല്ലാമായിരുന്നു ഇതിന്റെ പ്രാരംഭ നടപടികൾ? എന്തൊക്കെയായിരുന്നു? ആദ്യം ജസ്റ്റ് ഞങ്ങൾ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി പട്ടികളിൽ പരീക്ഷിച്ചു നോക്കി, അത് വിജയിച്ചു. ആണോ? നാട്ടിലുള്ള പട്ടികളിലാണോ, അതോ വീടിനടുത്തുള്ള പട്ടികളിലാണോ, അതോ കൂട്ടുകാരെ ഓടിക്കാൻ വന്ന പട്ടികളിലാണോ? നാട്ടിലുള്ള പട്ടികൾ. ആണോ? എങ്ങനെയാണ് അത് വർക്ക് ചെയ്തത്? അത് നമ്മള് പ്രോട്ടോടൈപ്പ് വെച്ചാല് 4 സ്വിച്ചുകളല്ലേ അതിന്. ഇനി ഒന്നാമത്തെ സ്വിച്ച് നമുക്ക് ഷോക്കിന് ഉപയോഗിക്കാണ്, ഈ ഇലക്ട്രിക് ഷോക്ക്. പറഞ്ഞാൽ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു നമുക്ക് സാധാ ഓവർ ഷോക്ക് നമുക്ക് കൊടുക്കാൻ പാടില്ലല്ലോ, കാരണം അത് ഇല്ലീഗൽ ആണല്ലോ. അപ്പം ജസ്റ്റ് നമുക്ക് ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട്, നായ്ക്കൾ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷോക്ക്. ഈ കുട്ടികൾക്കൊക്കെ കൈ പിടിക്കാൻ നല്ല സുഖകരം ആ ഒരു ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, വലുതാക്കാം. ഓക്കെ. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ സ്വിച്ച് വെച്ചാൽ അൾട്രാസോണിക് സൗണ്ട് ആണ്. അപ്പൊ അത് നായ്ക്കൾക്ക് മാത്രം കേൾക്കാവും. അതുകൊണ്ട് നമുക്കത് ഓണാക്കി ഇടാം. ഈ നായ്ക്കള് ചുറ്റുപാടത്തുണ്ടെങ്കിൽ നമ്മള് ചുറ്റു കൂടിയാണ്ട് നമ്മള് കടിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം വേഗം. അപ്പൊ ഐറ്റക്ക് ഇറിറ്റേറ്റ് സൗണ്ട് ഉണ്ടാകുമ്പോ നമുക്ക് രക്ഷപ്പെടാം. ഈ ഒരു ഉപകരണത്തിന് ഏകദേശം എത്രത്തോളം രൂപ ചെലവായിട്ടുണ്ടാവും ഈ ഒരു അവസാന ഘട്ടം വരെ എത്തുന്നതിന്? അതിന് ഏകദേശം ഞങ്ങള് ഇതാക്കിയപ്പം 50,000-അടുത്ത് ഞങ്ങൾ ടോട്ടൽ എടുത്തു. ഞങ്ങൾക്ക് 50,000 രൂപ ലഭിച്ചിട്ടുണ്ട് സ്കോളർഷിപ്പ് ആയിട്ട്. ആണോ? സ്കോളർഷിപ്പ് കിട്ടിയ പൈസ കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത്? കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സ്കൂളിൽ നിന്ന് ഗവൺമെന്റ്. എന്തെല്ലാമായിരുന്നു നിങ്ങളുടെ അധ്യാപകരുടെയും കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള പ്രതികരണങ്ങൾ? എന്തൊക്കെയായിരുന്നു? അവരാരും നിങ്ങളെ സഹായിച്ചില്ലേ? അതെ, എല്ലാരും നല്ല സഹായം. എങ്ങനെയാണ് ഇങ്ങനെയൊരു എന്താ പറയുക കോമ്പറ്റീഷനിലേക്ക് നിങ്ങളുടെ ഈ ഉപകരണം എത്തിപ്പെട്ടത്? സാറ് മുഖേനയാണോ, സ്കൂൾ മുഖേനയാണോ? സാറാണ് അയച്ചതല്ല? സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് പങ്കെടുക്കാം എന്ന് പറഞ്ഞു. ശേഷം ഞങ്ങൾ പങ്കെടുത്തു. ശേഷം ഇങ്ങനെ ലഭിച്ചു. എപ്പോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കിട്ടും? ഇപ്പൊ പേറ്റന്റ് എടുത്തതിന് ശേഷം ഇനി മാർക്കറ്റിലോട്ട് ഇറക്കാനാണ് പ്ലാൻ. ആണോ? ഓക്കെ. അപ്പം ഈ ഒരു ഉപകരണത്തിന്റെ പേറ്റന്റും അതുപോലുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കി കാണുമല്ലോ അല്ലെ? അതിനുള്ള നടപടി ക്രമീകരണങ്ങളിലൂടെ നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്ന അധ്യാപകർ ആരൊക്കെയാണെന്നൊന്ന് പറയാമോ? സ്കൂളിൽ ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൂടെ നിന്ന അധ്യാപകര്? ഫിസിക്സ് അധ്യാപകൻ K. പ്രഗിത് സാർ, പിന്നെ HM അംബിക ടീച്ചർ, ഹരിപ്രസാദ് സാർ, എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. സ്കൂളിലെ മറ്റു അധ്യാപകർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരൊക്കെ എന്തൊക്കെ ചെയ്തു തന്നു? എല്ലാരും സപ്പോർട്ടാന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ, എന്തൊക്കെ ചെയ്തു തന്നു എന്നും കൂടെ പറയണ്ടേ, എങ്കിലല്ലോ നമുക്കറിയാൻ പറ്റുള്ളൂ.
ഞങ്ങക്ക് ട്രെയിന് പോകാനുള്ള എക്സ്പെൻസ്, ആ ഓക്കെ. പിന്നെ അവിടുന്നില്ല നമ്മള് ഫുൾ ഫെസിലിറ്റീസ്, ഉം, പിന്നെ നിക്കാനുള്ള ചെലവ് അങ്ങനെ. ഉം. ഇത് എത്ര ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു? നിങ്ങൾ ഇത് എങ്ങനെയാണ്, എവിടെ വെച്ചായിരുന്നു പ്രോഗ്രാം, അതുപോലെ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന്? ഡൽഹിയിൽ വെച്ചായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. അവിടെ നിങ്ങൾ ആരൊക്കെയാ പോയത്? ഞാന്, സാദിൻ, നിഹാൽ, പിന്നെ അഭിഷേക്. അഭിഷേക് പിന്നെ സാറുണ്ടായിരുന്നു. ഫിസിക്സ് ടീച്ചർ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒപ്പം? ഫിസിക്സ്. നിങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. എത്ര ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു? നിങ്ങൾ ആരെല്ലാം കണ്ടു അവിടെ? അവിടെ കണ്ടതെന്ന് വെച്ചാല് അവിടെ പ്ലേസ് എല്ലാം കണ്ടു. പിന്നെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഭാരത് മണ്ഡപത്തിൽ വെച്ച് ഡൽഹിയിൽ. അതൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോന്നു. ഓക്കെ, അപ്പോ ഉയർന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും. നാട്ടിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ട് പട്ടികളെല്ലാം ഓടിക്കാൻ പറ്റട്ടെ. സർക്കാരോ അതിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അപ്പം മക്കളെങ്കിലും എടുത്തതിൽ ഒത്തിരി ആശംസകൾ.